ബോട്ടണി മേജറിൽ സെക്കൻഡ് സെമ്മിൽ നമുക്ക് പഠിക്കാനുള്ളത് മൈക്രോബയോളജിയും അതേപോലെ പ്ലാന്റ് പാത്തോളജിയാണ്. മൈക്രോബയോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡൈവേഴ്സിറ്റി ഓഫ് മൈക്രോബ്സ്. മൈക്രോബയോളജി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം ഓഫ് മൈക്രോസ്കോപ്പിക് സൈസ്. അതായത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ജീവജാലങ്ങളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് മൈക്രോബയോളജി. ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നറിയപ്പെടുന്നത് ആന്റണി വാൻ ലിവൻഹുക്ക് ആണ്. കാരണം അദ്ദേഹമാണ് ആദ്യമായിട്ട് സ്വന്തമായി നിർമ്മിച്ച ഒരു ഭൂതക്കണ്ണാടി ഉപയോഗിച്ച് ഒരു തുള്ളി വെള്ളത്തിൽ ഈ മൈക്രോബിനെ കണ്ടെത്തുന്നത്. ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്നറിയപ്പെടുന്നത് ലൂയി പാസ്റ്റർ ആണ്. സെൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിൽ മൈക്രോബ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം: പ്രൊകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. പ്രൊകാരിയോട്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ന്യൂക്ലിയസും സെൽ ഓർഗനൽസും ആബ്സെൻ്റ് ആയിരിക്കും, പക്ഷേ റൈബോസോം ഉണ്ടായിരിക്കും. അതേപോലെ അതിന് സെൽ വാൾ ഉണ്ടാവാം. ചിലപ്പം മോട്ടൈൽ ആയിട്ടുള്ളതാണെങ്കിൽ ഫ്ലജെല്ല കാണാം. സെൽ വാളിന് ചുറ്റുമായിട്ട് ക്യാപ്സ്യൂൾ ഉണ്ടായിരിക്കാം. പിന്നെ അതേപോലെ DNA, പ്ലാസ്മിഡ്, RNA, പ്രോട്ടീൻ ഇതെല്ലാം ഉണ്ടായിരിക്കും. സൈസ് എന്ന് പറയുന്നത് വളരെ മൈന്യൂട്ടാണ്. 0.1 മൈക്രോമീറ്റർ തൊട്ട് 200 മൈക്രോമീറ്റർ വരെയാണ് സൈസ് ഉണ്ടായിരിക്കുക. ഇനിയുള്ള ചാപ്റ്റേഴ്സിൽ ഈ ഫീച്ചേഴ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. അപ്പം ഈ പ്രൊകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസിന് എക്സാമ്പിളാണ് വൈറസ്, വൈറോയിഡ്സ്, പ്രയോൺസ്, ബാക്ടീരിയ, ബാക്ടീരിയോഫേജ്. ഇതിൽ വൈറസ് എന്ന് പറയുന്നത് ഒരു സബ് സെല്ലുലാർ ലെവൽ പാരസൈറ്റാണ്. അതായത് ഒരു സെൽ ലെവൽ പാരസൈറ്റ്. ഒരു ലിവിങ് സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ വൈറസ് ലിവിങ് ആയിരിക്കുകയുള്ളൂ. പുറത്ത് അത് നോൺ ലിവിങ് സബ്സ്റ്റൻസ് ആയിട്ടാണ്, അല്ലെങ്കിൽ മെറ്റബോളിക്കലി ഇനാക്റ്റീവ് ആയൊരു സബ്സ്റ്റൻസ് ആയിട്ടാണ് കാണുന്നത്. ഈ വൈറസിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിൽ പ്രോട്ടോപ്ലാസ് ഉണ്ടാവില്ല, സെൽ ഓർഗനൽസ് കാണില്ല, എൻസൈംസ് ഉണ്ടാവില്ല, മെറ്റബോളിസം കംപ്ലീറ്റ്ലി ആബ്സെൻ്റ് ആണ്. വൈറോയിഡ്സ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു RNA മോളിക്യൂളാണ്. പ്രയോൺസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ഒരു അബ്നോർമലി ഫോൾഡഡ് പ്രോട്ടീനാണ്. ബാക്ടീരിയ ഇറ്റ് ഈസ് ദ സ്മോളസ്റ്റ് പ്രൊകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം. ബാക്ടീരിയോഫേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസുകളാണ്. ഇനി യൂകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസം എന്ന് പറയുമ്പം അതിൽ ആൽഗെ, ഫംഗസ്, പ്രോട്ടീസ്റ്റ ഒക്കെ ഉണ്ട്. ദേ ആർ ലാർജർ ദാൻ പ്രൊകാരിയോട്ട്. സൈസ് ആവറേജ് സൈസ് എന്ന് പറയുന്നത് തന്നെ 10 മൈക്രോമീറ്റർ വരും. പിന്നെ എല്ലാ സെൽ ഓർഗനൽസും സെല്ലിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും. പ്രൊകാരിയോട്ടിക് എന്ന് പറയുമ്പം അതിൽ റൈബോസോംസ് മാത്രമേ ഉള്ളൂ സെൽ ഓർഗനലായിട്ട്. പക്ഷേ യൂകാരിയോട്ടിക്കിൽ അങ്ങനെയല്ല. എല്ലാ സെൽ ഓർഗനൽസും ഈ യൂകാരിയോട്ടിക് മൈക്രോ ഓർഗാനിസത്തിൽ പ്രസൻ്റ് ആണ്.